ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മതപരിവർത്തന നിരോധന ബില്ലുകൾ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 19 മുതൽ 25 വരെയുള്ള ക്ലോസുകളിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഇന്ത്യൻ പൗരന് മൗലികമായി കൈവന്നിരിക്കുന്നതാണ്. എന്നാൽ ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ മുന്നണികൾക്ക് ഭരണം ഉറപ്പിക്കുന്നതിന്റെ നിർണായക ഘടകം പൗരന്റെ സമ്മതിദാന അവകാശം ആയതിനാലും ആയതിന്റെ ഏകീകരണത്തിനും സംഭരണത്തിനും ഏറ്റവും കാര്യക്ഷമമായ വഴി ജാതി മത സമവാക്യങ്ങൾ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ ആയതിനാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ഫലപ്രദമായി തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന മതപരമായ അവകാശങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത് അത്തരം സാഹചര്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മതപരിവർത്തന നിരോധന നിയമങ്ങൾ അനിവാര്യമാകുന്നതും അല്ലാത്തതുമായ നിരവധി ഘട്ടങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ ക്രൈസ്തവ മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ അത് തെറ്റായ നിഗമനമാണ് എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് അവരുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക സഭയായ ആംഗ്ലിക്കൻ സഭയുടെ ഇന്ത്യയിലെ ശുഷ്കമായ പ്രാതിനിധ്യം സൂചിപ്പിക്കുന്നത്. കൂടാതെ ബ്രിട്ടീഷുകാർ മതപരിവർത്തനത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നും അത്തരം നീക്കങ്ങളെ നിയന്ത്രിക്കാൻ അവർ ചില ഓർഡിനൻസുകൾ ആവിഷ്കരിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ നിയമമന്ത്രിയായ ഡോക്ടർ BR അംബേദ്കർ മതപരിവർത്തന സ്വാതന്ത്ര്യമുള്ള ഭരണഘടന തയ്യാറാക്കി അവതരിപ്പിച്ച് ഏതാനും വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പേ 1967 ഒറീസയിൽ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ മതപരിവർത്തന വിരുദ്ധ നിയമം പാസാക്കുകയാണ് ഉണ്ടായത്. ഏറെ താമസിയാതെ 1968 മധ്യപ്രദേശിലും അത്തരം നിയമങ്ങൾ നിലവിൽ വന്നു. പിന്നീട് 1978 അരുണാചൽ പ്രദേശിൽ ഈ നിയമം പാസാക്കിയെങ്കിലും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയില്ല. അതായത് BJP സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഏറ്റക്കുറിച്ചിലുകളോടെ പ്രാബല്യത്തിൽ വന്നിരുന്നു. 2003 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ ഗുജറാത്ത്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, കർണാടക തുടങ്ങി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുടനീളം മതപരിവർത്തന നിരോധന നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. മധ്യപ്രദേശിനെ വിഭജിച്ചുണ്ടാക്കിയ ഛത്തീസ്ഗഡിലാകട്ടെ ആദ്യമായി അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ 1968 മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ പാസാക്കിയ നിയമം തുടർന്നു. ഒടുവിൽ BJP അധികാരത്തിൽ തിരിച്ചെത്തിയ രാജസ്ഥാനിൽ മതപരിവർത്തന നിരോധന നിയമം നിയമസഭയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആഭ്യന്തര സമാധാനം ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അവകാശമുള്ളതിനാലും ബലാത്കാരം, പ്രലോഭനം, വഞ്ചന തുടങ്ങിയവയിലൂടെ നടത്തുന്ന മതപരിവർത്തനങ്ങൾക്ക് നിരോധനം ഉണ്ടാകേണ്ടത് അനിവാര്യത ആയതിനാലും ഒരു പരിധിവരെ അത്തരം നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമങ്ങൾ അനിവാര്യം തന്നെയാണ്. എന്നാൽ പലപ്പോഴും അത് ദുർവിനിയോഗിക്കപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആലംബഹീനരും ആരോരുമില്ലാത്തവരും രോഗികളുമായവരെ പൂർണ്ണ സമർപ്പണത്തോടെ ശുശ്രൂഷിക്കുകയും ആരും കയറിച്ചെല്ലാത്ത അപരിഷ്കൃത ചേരികളിലേക്ക് കയറിച്ചെന്ന് അവിടെയുള്ളവർക്ക് ഉന്നമനം നൽകുകയും ചെയ്യുന്ന ക്രൈസ്തവ സന്യസ്തരുടെയും പ്രേക്ഷിത പ്രവർത്തകരുടെയും നീക്കങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ഒറ്റബുദ്ധിക്കാരായ ചില തീവ്ര ഹൈന്ദവ സംഘടനകൾ അവരുടെ മേൽ മസിൽ പവർ കാണിക്കാൻ ഒരുമ്പെടുകയും വോട്ട് ബാങ്ക് സംരക്ഷണത്തിന് വേണ്ടി സർക്കാരുകൾക്ക് ആയതിന് കുടപിടിച്ച് നിൽക്കേണ്ടി വരികയും ചെയ്യുന്നത്. ഇത്തരം നീക്കങ്ങൾക്ക് കൂടുതലും ഇരകളാകുന്നത് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരാണ്. അത് BJP ഭരിക്കുന്ന കാലത്തും കോൺഗ്രസും മറ്റ് പ്രാദേശിക കക്ഷികളും ഭരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം നിലവിലിരിക്കുന്ന മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളുടെ ഉദ്ദേശം പ്രലോഭനങ്ങളിലൂടെയും വഞ്ചനയിലൂടെയുമുള്ള നിർബന്ധിത മതപരിവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. അത്തരത്തിൽ മാത്രം വിലയിരുത്തുമ്പോൾ ഇത്തരം നിയമങ്ങൾ പ്രസക്തം തന്നെയാണ്. കാരണം മതത്തിൽ ആൾബലം കൂട്ടേണ്ടതിന് പെൺകുട്ടികളെ വലയിലാക്കുന്ന പ്രണയവും മയക്കുമരുന്ന് ചതിക്കണികളും വമ്പൻ തുക വാഗ്ദാനം ചെയ്തുകൊണ്ട് നടക്കുന്ന മതപരിവർത്തന കാര്യപരിപാടികളും പ്രചണ്ഡമായി മുന്നേറുകയാണ് എന്നത് നിസ്സാരമായി കാണാൻ കഴിയുന്ന കാര്യമല്ല. ഇതര മതസ്ഥരായ പെൺകുട്ടികളെ മാത്രം ലാക്കാക്കി അവർ ജോലിക്കും പഠനത്തിനുമായി യാത്ര ചെയ്യുന്ന വഴിത്താരകളിൽ പ്രണയം നിറയുന്ന ചിരിയും പ്രലോഭനത്തിന്റെ ചക്കരവാക്കുകളുമായി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാർ പലരും മതപരിവർത്തന അജണ്ടകൾ പേറുന്നവരാണ് എന്ന
ഭീകര യാഥാർത്ഥ്യം അടുത്ത ചില നാളുകളിലായി ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രണയക്കുരുക്കിൽപ്പെട്ടാൽ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നതിന് പകരം ആ പെൺകുട്ടികളെ മയക്കുമരുന്ന് വിപണനത്തിന് കാരിയറുകളാക്കുകയും ചില സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന മതപഠന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി മതപഠനങ്ങൾ നൽകി മതം മാറ്റുകയും അതുമല്ലെങ്കിൽ തീവ്രവാദികളായും തീവ്രവാദികൾക്ക് ലൈംഗിക അടിമകളായും അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന വാർത്തകൾ പല ആവർത്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കടോര പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ചുരുക്കം ചില പെൺകുട്ടികളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടത് ആവശ്യം തന്നെയാണ്. ചതി, വഞ്ചന, പ്രലോഭനം, ബലപ്രയോഗം എന്നീ മാനദണ്ഡങ്ങളിലൂടെയുള്ള മതപരിവർത്തനത്തിന് തടയിടാനാണ് മതപരിവർത്തന നിരോധന നിയമം ഉപോത്ബലകമാകാവൂ. ഇതേ മാനദണ്ഡത്തിൽ തന്നെയാണ് ഒട്ടുമിക്ക നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ മറ്റ് മതങ്ങളോടുള്ള അസഹിഷ്ണുത മൂലം ചില മത തീവ്രവാദികൾ ആ നിയമത്തെ ദുരുപയോഗം ചെയ്താണ് ത്യാഗോജ്വലമായി സമൂഹത്തെ സേവിക്കുന്ന ക്രൈസ്തവ ശുശ്രൂഷകർക്കെതിരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നത് അവിടെയാണ്. അതാണ് തടയേണ്ടത്. നിലവിലുള്ള മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളിൽ അടിച്ചമർത്തലിനും ദുരുപയോഗത്തിനും കാരണമായേക്കാവുന്ന നിരവധി സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അനിശ്ചിതവും അവ്യക്തവുമായ പദാവലി ദുരുപയോഗത്തിന് വഴിയൊരുക്കുന്നതിലെ ഒരു കാരണവുമാണ്. ഈ അവ്യക്തമായ പദങ്ങൾ നിയമത്തെ വിവേചനപരമായി ദുരുപയോഗിക്കുന്നവർക്ക് എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാൻ പഴുതൊരുക്കുന്നു. മതപരിവർത്തനത്തിന്റെ നിർവചനം തന്നെ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ്. ഒരു വ്യക്തിയും അവരുടെ മതവിശ്വാസങ്ങൾ പിന്തുടരുവാൻ മറ്റുള്ളവരെ നിർബന്ധിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയും അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു മതവും ആചരിക്കുവാൻ നിർബന്ധിക്കപ്പെടരുത് എന്നത്. ചുരുക്കത്തിൽ ഓരോ വ്യക്തിക്കും സ്വതന്ത്രമായി അവർക്ക് ഇഷ്ടമുള്ള മതം തെരഞ്ഞെടുക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഉറപ്പാക്കേണ്ടതാണ്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന ആശയത്താൽ മാത്രമല്ല, മറിച്ച് എല്ലാ മനുഷ്യർക്കും അവർക്ക് കംഫർട്ടായ ആത്മീയ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള അവകാശമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ആർട്ടിക്കിൾ 25 പ്രഖ്യാപിക്കുന്നത് പോലെ ഐശ്വര്യമായ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം സംരക്ഷിക്കപ്പെടുകയും അപ്പോൾ തന്നെ വ്യാജ മതപരിവർത്തനങ്ങളെയും നിർബന്ധിതവും വഞ്ചനാപരവുമായ മത അധിനിവേശങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കുകയും വേണം. എന്നാൽ അത് ദുരുപയോഗിക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും തടയപ്പെടാൻ ഇത്തരം നിയമങ്ങളിൽ കാര്യമായ ഭേദഗതികൾ വരുത്തിയേ തീരൂ.